ഹലോ, എല്ലാവർക്കും നമസ്കാരം. എങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് കിട്ടിയ വഴുതന ചെറിയൊരു സബ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം. ഇപ്പോൾ ആട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആട്ടയും കുഴച്ച് വയ്ക്കണം റൊട്ടി ഉണ്ടാക്കാനായിട്ട്. അതുപോലെ വഴുതനങ്ങ ഉരുളക്കിഴങ്ങിട്ട് ചെറിയൊരു കറി വയ്ക്കാനും നമ്മൾ ഉദ്ദേശിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വഴുതനങ്ങയൊക്കെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉരുളക്കിഴങ്ങും സവോളയും മുളകും ഒക്കെ റെഡിയാക്കി. ഒരു വഴുതനങ്ങ ഇത് കണ്ടോ, കേടായിപ്പോയി, അത് നമ്മൾ കളഞ്ഞു. പിന്നെ രാവിലെ പിള്ളേർക്കും ഡെറ്റിക്കും എനിക്കും വേണ്ടി കട്ടൻ കാപ്പിയും ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കി. ഡെറ്റി പിള്ളേരെ വിളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. രാവിലെ 6:15 ഉള്ളൂ സമയം. ഞാൻ 5:30 എണീറ്റ് മുകളിൽ പോയി വെള്ളം ഒഴിക്കുകയായിരുന്നു. റൊട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചപ്പാത്തി കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിനകത്ത് കൈ കാണുന്ന മസാലകളെല്ലാം വലിച്ചു വാരിയിട്ട് ഇതൊരു ചെറിയൊരു അധികം ഗ്രേവി ഇല്ലാത്ത ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സബ്ജിയാക്കി ഉണ്ടാക്കിയെടുക്കുക. കയ്യിൽ കാണുന്ന മസാലകളെന്ന് പറയുന്നത് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. രാവിലെ പിള്ളേരെ 7 മണിയാകുമ്പോൾ വിടണം. എനിക്ക് 7:30 ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അതുകൊണ്ട് നമുക്ക് തിരക്കിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാം. മസാല ഇടുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് പറഞ്ഞേക്കാമെന്ന്. സാധാരണ കടുക് പൊട്ടിച്ചു, ഇച്ചിരി ജീരകം ഇട്ടു, അതുപോലെ തന്നെ സവോളയും മുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അല്പം ഗരം മസാല, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇച്ചിരി മീറ്റ് മസാല കൂടി ഇടാം കേട്ടോ. ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് അധികം കൂടുതൽ മസാലയൊന്നും ഇടുന്നില്ല, എങ്കിലും ചെറിയ രീതിയിൽ തന്നെ മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി ചെറുതായിട്ടൊന്ന് ആ പച്ചച്ചുവ മാറുമ്പോഴേക്കും ഉരുളക്കിഴങ്ങും വഴുതനയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. എത്രയും പരിപാടിയുള്ള. അപ്പോഴേക്കും നമ്മൾ അടുത്ത റൊട്ടിയുടെ പണിയുണ്ട്. റൊട്ടി പരത്തി വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കണം. അങ്ങനെ രാവിലെ തിരക്കിട്ട പണികളാണ് കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ആരാണെങ്കിലും ആദ്യമേ എണീറ്റ് വരുന്നതിൽ ആരാണോ അവരങ്ങ് ഓരോരോ പണികൾ ചെയ്തു തുടങ്ങും. രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതുകൊണ്ട് ചില ദിവസം ഡെറ്റി കറി ഉണ്ടാക്കും, ചില ദിവസം ഞാൻ കറി ഉണ്ടാക്കും. അപ്പം ഡെറ്റി കറി ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ പിള്ളേരെ വിളിച്ചെണീപ്പിക്കും, പിള്ളേരെ ഒരുക്കും. ഇല്ല, ഞാനാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ ഡെറ്റി പിള്ളേരെ വിളിച്ച് എണീപ്പിച്ച് റെഡിയാക്കും. കണ്ടോ, രണ്ടും ഇട്ടു. നന്നായിട്ടതൊന്ന് ഇളക്കി. ഇനി ചാറാക്കത്തില്ല കേട്ടോ. ഇങ്ങനെ ഇത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ഒരു ആവിയിൽ വേവിച്ചെടുക്കും. നമ്മൾ അടപ്പ് വെച്ചടയ്ക്കുമ്പോൾ ആ അടപ്പിൽ നിന്ന് ചെറുതായിട്ട് ആവി കയറി വരുന്ന വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലാണ് ഇത് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചിന് വേണ്ടി വെള്ളമൊന്നും ഒഴിച്ച് ചാറാക്കത്തില്ല. അതായത് റൊട്ടിയുടെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു ഗ്രേവി പോലെ ഇരിക്കും. അത് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് കേട്ടോ ഇതെല്ലാം. നമുക്കിതൊക്കെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം റൊട്ടി ഉണ്ടാക്കിയതിന് ശേഷം. ഓക്കെ, അങ്ങനെ നമ്മൾ അവസാനം സബ്ജി റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. കണ്ട, നല്ല ആവി പൊങ്ങുന്ന ഉരുളക്കിഴങ്ങും വഴുതനയും കൂടെ കൂട്ടി. ഇവിടെ ആലു ബേങ്കൻ എന്ന് പറയും. എനിക്ക് നല്ല സെറ്റായി. റൊട്ടി ഞാൻ ഉണ്ടാക്കി വെച്ചു ഈ സമയം കൊണ്ട്. ഇനി നമുക്കിത് പിള്ളേരുടെ ടിഫിൻ ബോക്സിലേക്ക് വെക്കണം. അധികം കഴിക്കത്തില്ല കേട്ടോ, 2 പേര് ഇച്ചിരിയൊക്കെ കഴിക്കുള്ളൂ. എങ്കിലും സെറ്റ് ചെയ്ത് വെക്കണം. ഇനി കുറച്ച് അവർക്ക് രാവിലെ കഴിച്ചിട്ട് കൊണ്ടേ, അതിനും കൂടി ഉള്ളത് റെഡിയാക്കി. അപ്പോൾ നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഈ വഴുതനങ്ങ എടുത്തിട്ട് അരിഞ്ഞ് കുറച്ച് എന്നാ പറയുക, തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെക്കുന്ന ആ പരിപാടിയൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. റൊട്ടിയുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പിള്ളേരെ കൊണ്ട് വിട്ടിട്ട് വരാം. ബൈ ബൈ.